ഉൺഹോ എന്ന ഒരു ഷെഫിനെയൊക്കെ കാണിക്കുകയാണ് ജേഹൂക്കും. ഇപ്പോൾ ഉൺഹോനെ കാണുവാനായിട്ട് ആ ഒരു റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുന്നു. ജീവൻ പഠിച്ച അതേ സ്കൂളിൽ തന്നെ ആയിരുന്നു ഉൺഹോയും പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഹിയോണും വളരെയധികം ആസ്വദിച്ചൊക്കെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും മിൻഹ്വാനും സോമിനും അവളെ കളിയാക്കിക്കൊണ്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നല്ലതുപോലെ തന്നെ ഫുഡ് കഴിക്കണമെന്നായിരുന്നു എന്റെ മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നൊക്കെ ഹിയോൺ പറയുമ്പോഴത്തേക്കും അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ത് ജോലി ആയിരുന്നു നിന്റെ മുത്തശ്ശനൊക്കെ ചെയ്തോണ്ടിരുന്നതെന്ന് സോമിനും ചോദിക്കുന്നു. സൈഡ് ഡിഷ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കടയായിരുന്നു മുത്തശ്ശൻ ഉണ്ടായിരുന്നതെന്നൊക്കെ ഹ്യൂൺ പറയുമ്പോഴത്തേക്കും അതും കളയാക്കിയൊക്കെ ആയിരുന്നു സുമിൻ എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ജീവൻ ഏതൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും അവൾക്ക് ദഹിക്കുന്നതാണ്, പക്ഷെ എനിക്ക് മാത്രം അങ്ങനെ തോന്നിയ ഫുഡൊന്നും കഴിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് സോമിനും ജീവനെ കുറ്റപ്പെടുത്തുന്നു. അപ്പോഴേക്കും അവൾ കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ കുറ്റം പറയുക ആയിരുന്നു മിൻഹ്വാനും. ഏതൊരു സിറ്റുവേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും സോമിനും മിൻഹ്വാനും കൂടി ചേർന്നിട്ട് ജീവനെ ഇതുപോലെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് പതിവാണ്. നീ അവളെ കളിയാക്കുവാനായിട്ടൊന്നും പാടില്ല, അവളെ സ്നേഹിക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ സുമൻ പറയുമ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു ഫ്രണ്ടിനെയൊക്കെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണെന്നൊക്കെ മിൻഹ്വാനും ജീവന്റെ അടുത്ത് പറയുന്നു. ജീവൻ അപ്പോൾ ചുമയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഹിയോണും അവൾക്ക് വേണ്ടി വെള്ളമൊക്കെ എടുക്കുവാനായിട്ട് പോക്കുകയാണ്. നീ എന്തായാലും വെള്ളമൊക്കെ എടുക്കുവാനായിട്ട് പോക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് കൂടെയുള്ള വെള്ളമൊക്കെ കൊണ്ടുവരുവാനായിട്ട് സുമൻ പറയുമ്പോഴത്തേക്കും നീ എല്ലാ ദിവസവും രാവിലെ വർക്കിനൊക്കെ വരുന്നതല്ലേ, നീ അപ്പോൾ എന്റെ കൂടി ജോലിയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ഹിയോണും ചോദിക്കുന്നു. അവൾ പോയി കഴിയുമ്പോഴത്തേക്കും സോമനും അവളെ കുറിച്ച് മോശമായിട്ടൊക്കെ സംസാരിക്കുന്നു. പക്ഷെ ജീവനാകട്ടെ, നമ്മൾ ഇപ്പോൾ ഉള്ളത് വർക്കിലാണ്, മാത്രമല്ല അവൾക്കും നിനക്കും ഒരേ റാങ്ക് ഒക്കെയാണ് ഉള്ളത്, നീ ഒരിക്കലും അവളെ കുറിച്ച് ഈ ഒരു രീതിയിലൊക്കെ സംസാരിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ സോമിന്റെ അടുത്ത് ജീവൻ പറയുന്നു. സോമിന് വളരെ പയ്യല്ലേ ഫുഡൊക്കെ കഴിക്കുകയുള്ളൂ, ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ പോകുകയാണ്, നീ എന്തായാലും സുമിന്റെ കൂടെ വന്നാൽ മതി എന്നൊക്കെ മിൻഹോന്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം ജീവനും പോകുന്നു. ഹിയോൺ ബാത്റൂമിലൊക്കെ നിന്നപ്പോഴത്തേക്കും ഒരാൾ ബാത്റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. ഹിയോണും അവളുടെ അടുത്ത് ഹെൽപ്പ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നീ പ്രിപ്പയർ ആയിട്ട് വരണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിയും പോയി. അത് സോമിനായിരുന്നു എന്ന കാര്യമൊക്കെ ഇപ്പോൾ ഹിയോൺ മനസ്സിലാക്കിയിരിക്കുകയാണ്. സോമിൻ ഇടയ്ക്ക് നോക്കുമ്പോഴത്തേക്കും ഹിയോണും ജീവനും കൂടി ഒന്നിച്ച് സംസാരിച്ചൊക്കെ നടന്നു പോകുന്നത് അവളും കാണുന്നുണ്ട്. ഞാൻ നിന്റെ ഡ്രസ്സൊക്കെ ചീത്തയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ജീവനും അതിന്റെ കാര്യമൊക്കെ ഓർത്തിട്ട് എന്റെ അടുത്ത് ദേഷ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ സുമിൻ പറയുമ്പോഴത്തേക്കും അവൾക്ക് ദേഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അവൾക്കും നിന്റെ അടുത്ത് ഒരുപാട് സ്നേഹമാണ് ഉള്ളതെന്നൊക്കെ മിൻഹ്വാനും പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് നോക്കുന്നു. ജീവന്റെ പെരുമാറ്റത്തിൽ മൊത്തത്തിൽ എന്തൊക്കെയോ പന്തികേട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, മാത്രമല്ല ഞാൻ എത്രത്തോളം അവളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യവും അവൾ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ സോമൻ പറയുമ്പോഴത്തേക്കും മിൻഹ്വാനും സോമിനെ സമാധാനപ്പെടുത്തുകയാണ്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു പെട്ടെന്ന് ലിഫ്റ്റ് ഒക്കെ തുറക്കുന്നതും കൂടുതൽ ആൾക്കാരൊക്കെ ലിഫ്റ്റിലേക്ക് ഇടിച്ചു തള്ളി കയറുന്നതും. ആ ഒരു സിറ്റുവേഷൻ ഒക്കെ മുതലാക്കിക്കൊണ്ട് സോമിനും മിൻഹ്വാന്റെ കുറച്ചുകൂടി അടുത്തായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നു. അവരങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നീ ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത്, ഇതിന് നല്ല മണമാണല്ലോ എന്നൊക്കെ അവന്റെ ചെവിയിലായിട്ടൊക്കെ സോമിൻ പറയുന്നുമുണ്ട്. ഓഫീസിലും ഒരു മീറ്റിംഗ് ഒക്കെ നടത്തുവാനായിട്ട് പോകുകയാണ് ഹിയോണും. അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ടേബിളിൽ വെക്കുമ്പോഴത്തേക്കും സീനിയറും അതൊക്കെ കണ്ട് ദേഷ്യപ്പെടുന്നു. മീറ്റിംഗിൽ പറയുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ തയ്യാറാക്കിക്കൊണ്ടൊക്കെ വരുന്നത് ഒട്ടും തന്നെ സിൻസിയർ അല്ലെന്ന് തെളിയിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ ആയിരുന്നു സീനിയർ പറയുന്നതും. അങ്ങനെ ഇരിക്കെ ജീവോണിനും അതിനെതിരായിട്ടൊക്കെ പ്രതികരിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അതിനു മുമ്പായിട്ട് തന്നെ സോമനും സംസാരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ഒന്നിച്ചു വെച്ച് സ്റ്റാപ്ലെയറൊക്കെ കുത്തണമെന്നൊക്കെ സുമൻ പറയുമ്പോഴത്തേക്കും സുമന് മാത്രമാണ് ഇതൊക്കെ അറിയാവുന്നതെന്ന രീതിയിലൊക്കെ സീനിയറും സംസാരിക്കുന്നു. അവരോട് വീണ്ടും പോയി പ്രിന്റ് ഒക്കെ ചെയ്തിട്ട് സുമൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തുകൊണ്ട് വരുവാനായിട്ട് ആവശ്യപ്പെടുന്നു. ഓഫീസിൽ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന ജൂറാനെ പോലെ ഉള്ളവരെ കുറ്റം പറഞ്ഞതിന് ശേഷം സൂമിനും എന്റെ ഒപ്പം ഒന്ന് പുറത്തേക്കൊക്കെ വരാമോ എന്ന് സീനിയറിന്റെ അടുത്ത് ചോദിക്കുകയാണ്. സൂമിൻ അത് ചോദിച്ചു കഴിയുമ്പോൾ തന്നെ സീനിയറും പുറത്തേക്കൊക്കെ പോകുന്നു. പക്ഷെ അത് അങ്ങനെ വിടുവാനായിട്ട് ജീവൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ജീവനും ജൂറാനെ ചെന്ന് കണ്ടതിന് ശേഷം അവളുടെ ആ ഒരു പ്രൊജക്റ്റ് ഒക്കെ ജൂറാനെ കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ട് കഴിയുമ്പോൾ തന്നെ ഇത് സീനിയർ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്ന പ്രൊജക്ട് അല്ലേ എന്നൊക്കെ ജൂറാനും അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളാകട്ടെ ഇത് നല്ലതുപോലെ തന്നെ നീ ഒന്ന് വായിച്ചു നോക്കണം, ഇത് നിനക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടുന്നു. അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നതെല്ലാം തന്നെ സോമന് കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ സോമനും വാഷ്റൂമിലൊക്കെ പോകുവാനായിട്ട് ജീവനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ജീവൻ അത്യാവശ്യമായിട്ട് മിൻഹ്വാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറി പോകുകയാണ്. ജീവൻ തയ്യാറാക്കിയ ആ ഒരു പ്രൊജക്റ്റ് ഒക്കെ ഇപ്പോൾ ജൂറാന്റെ കയ്യിൽ ഇരിക്കുന്നത് സുമിൻ കാണുന്നു. ഉൺഹോനെ കണ്ടതിന് ശേഷം ചീഹുക്കും ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ തിരിച്ചെത്തിയിരിക്കുന്നു. ജീവനും ഹൈയോണും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അർജന്റായിട്ട് ജീവൻ ഒരു കോളൊക്കെ വരുന്നത്. ജീവനും പോകുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹയ്യോണും ഇപ്പോൾ ഒരുപാട് ഫുഡൊക്കെ അവൾക്ക് തനിച്ച് കഴിക്കാനായിട്ടൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഒരു സൺഡേ നമുക്ക് ഒന്നിച്ചു പോയി ഫുഡൊക്കെ കഴിച്ചാലോ എന്ന്
അവളും ചോദിക്കുന്നു. സോമിന് റെസ്റ്റോറന്റിലൊക്കെ പോകുവാനായിട്ട് പ്ലാൻ ചെയ്തതിനെ കുറിച്ച് അവളും അപ്പോൾ ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ അന്ന് തിരക്കാണെന്നൊക്കെ അവൾ പറയുന്നു. അന്നാണ് സ്കൂളിന്റെ റീയൂണിയൻ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ പോകണോ വേണ്ടയോ എന്ന സംശയത്തിലാണ് ഞാൻ ഉള്ളത് എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും, റീയൂണിയൻ ഒക്കെ ആണെങ്കിൽ നീ ഉറപ്പായിട്ട് പോകണം. അവിടെ വെച്ച് നിനക്ക് നിന്റെ ഫസ്റ്റ് ലവിനെയും കാണുവാനായിട്ട് കഴിയുമല്ലോ എന്നൊക്കെ ഹിയോണും പറയുന്നു. പക്ഷെ അവളുടെ ഫസ്റ്റ് ലവ് ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന കാര്യം ആർക്കും തന്നെ അറിയുകയില്ല. ഓർത്തെടുക്കുവാനായിട്ട് ആഗ്രഹിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവളുടെ പാസ്റ്റിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോകണോ വേണ്ടയോ എന്ന സംശയത്തിലാണ് അവൾ ഉള്ളതും. പക്ഷേ നീ പോകാതെ ഇരിക്കുകയാണെങ്കിൽ എന്നും ഓർക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു പാസ്റ്റ് ആയിട്ട് അത് മാറുന്നതായിരിക്കും. പക്ഷെ നീ ഇപ്പോൾ പോയി അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതും ഒരു ഹിസ്റ്ററിയായി മാറുന്നതായിരിക്കുമെന്നൊക്കെ ഹയോണ് പറഞ്ഞു കൊടുക്കുന്നു. ജീഹുക്കും ജീവോണും കൂടി കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെയിരിക്കെ നീ എന്നോട് സൺഡേ ഫ്രീ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നും ചെയ്തു തീർക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ വർക്കിന്റെ എന്തെങ്കിലും ആവശ്യത്തിനായിരുന്നു വിളിച്ചതെങ്കിൽ വരുവാനായിട്ട് ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് ജിയോണും നിൽക്കുന്നു. അവളും പോകണോ വേണ്ടയോ എന്ന സംശയത്തിലാണെന്നുള്ള കാര്യമൊക്കെ ജിഹുക്ക് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ ഉറപ്പായിട്ടും പോകണമെന്നായിരുന്നു അവനും പറയുവാനായിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഈ ഒരു തവണ നീ എന്നോടാണ് നന്ദി പറയേണ്ടതെന്നൊക്കെ പ്രത്യേകമായിട്ട് അവൻ പറയുന്നുമുണ്ട്. അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന കാര്യമൊന്നും അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ജൂറാനും ജീവൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രൊപ്പോസലൊക്കെ വായിച്ചു നോക്കുകയാണ്. ജൂറാൻ അത് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. അങ്ങനെ ഇരിക്കാണ് നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നിട്ട് ഈ ഒരു പ്രൊപ്പോസലൊക്കെ ചെയ്താലോ എന്ന് ജീവനും ചോദിക്കുന്നത്. സീനിയർ ഇതൊക്കെ വായിച്ചു നോക്കുന്നത് പോലെ അഭിനയിച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അയാൾ ഒരിക്കലും ഇതൊന്നും വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ അവളും പറയുന്നു. പല സിറ്റുവേഷനിലും അയാളും ഇത് വായിക്കുന്നത് പോലെയൊക്കെ അഭിനയിക്കുക മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജീവൻ പറയുമ്പോഴത്തേക്കും ജൂറാനും അതൊന്നും വിശ്വസിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സീനിയർ എന്ന് പറയുന്ന ആൾ അവിടുത്തെ മാനേജറാണ്. എനിക്ക് ഇവിടുത്തെ ഫുൾ ടൈം എംപ്ലോയി ആയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. നീ എന്നെ അതിനെ സഹായിക്കാമോ എന്നൊക്കെ സുമിൻ ചോദിക്കുമ്പോഴത്തേക്കും മാനേജറും, ഇപ്പോൾ ഇവിടെയുള്ള ഗേൾസ് ഒക്കെ കാണുവാനായിട്ട് കൊള്ളില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിന്നെ പോലെയുള്ള ആളുകളാണ് നമുക്ക് ആവശ്യമെന്നൊക്കെ ആയിരുന്നു അവളുടെ അടുത്ത് പറയുന്നത്. ഒരിക്കൽ മാനേജർ ജൂറാനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂറാനും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ടായിരുന്നു അവളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെ മാനേജർ ഇരിക്കുന്നത്. പിന്നെ ജൂറാൻ കൊണ്ടുപോയി കൊടുത്തൊരു പ്രൊജക്റ്റ് ഒക്കെ ജൂറാന്റെ പേര് മാറ്റി അയാളുടെ പേരൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ടായിരുന്നു അയാൾ മാനേജറായി മാറിയിട്ടുണ്ടായിരുന്നത്. സോമിനും പണ്ട് ഇതേ കാര്യം തന്നെ ആയിരുന്നു ജീവന്റെ അടുത്ത് ചെയ്തിട്ടുമുണ്ടായിരുന്നത്. ഈ ഒരു പ്രപ്പോസലൊക്കെ അയാൾ വായിച്ചു നോക്കാതെയാണ് ഉപേക്ഷിച്ചതെങ്കിൽ നീ ഉറപ്പായിട്ടും എന്റെ കൂടെ നിൽക്കുമോ എന്നൊക്കെ ജീവൻ ചോദിക്കുമ്പോഴത്തേക്കും ജൂറാനും അവളുടെ കൂടെ നിൽക്കാമെന്നൊക്കെ വാക്ക് നൽകുന്നു. മാനേജർ വായിച്ചിട്ടില്ല എന്ന കാര്യമൊക്കെ ജീവണിന് 99% മാത്രമേ ഉറപ്പുണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ അവൾ വരച്ചിട്ടുള്ള ചാർട്ടുകളോ മറ്റോ ഒക്കെ അവന് ഓർമ്മയുണ്ടെങ്കിൽ ആകെ പ്രശ്നമാക്കുന്നതാണ്. അവളും അവളുടെ ഊഹമൊക്കെ വെച്ചുകൊണ്ട് പ്രപ്പോസലൊക്കെ വീണ്ടും അയാളെ കാണിക്കുകയാണ്. നേരത്തെ അവൾ കൊടുത്ത അതേ പ്രപ്പോസൽ തന്നെ ഒരു മാറ്റവും വരുത്താതെയൊക്കെ ആയിരുന്നു ഇപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആകെ ആ ഒരു കളർ മാത്രമായിരുന്നു അവൾ മാറ്റിയിട്ടുണ്ടായിരുന്നത്. നീ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന പ്രപ്പോസലാണ് ഇതിനേക്കാളും നല്ലതായിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനേജറും ആ ഒരു പ്രപ്പോസലൊക്കെ വലിച്ചെറിയുന്നു. നിന്നെ പോലെയുള്ള വർക്കേഴ്സിന് ഞങ്ങൾക്ക് ആവശ്യം പോലുമില്ല. നീ എത്രയും വേഗം ഇതൊക്കെ നിർത്തി ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞ് മാനേജറും വഴക്കുണ്ടാക്കുന്നു. അപ്പോഴേക്കും ആയിരുന്നു അവളും ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന അതേ പ്രപ്പോസൽ തന്നെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു പ്രിന്റ് ഒക്കെ അയാൾക്ക് എടുത്തു കൊടുക്കുന്നത്. അപ്പോഴേക്കും ആളുകൾ എല്ലാവരും തന്നെ ഇയാൾ ശരിക്കും കൊണ്ടുവരുന്ന പ്രപ്പോസൽ ഒന്നും തന്നെ വായിക്കുന്നില്ല എന്ന സത്യം മനസ്സിലാക്കുന്നു. ജീവോണും ജോറാനും ഇപ്പോൾ ഒരേ ടീമായി മാറിയിരിക്കുകയാണ്. ജോറാനും എന്തൊക്കെ പ്രപ്പോസൽ കൊണ്ടുപോയി കൊടുത്തിട്ടും മാനേജർ അതൊന്നും തന്നെ അപ്രൂവ് ചെയ്യാതെ ഇരുന്നപ്പോഴത്തേക്കും അവളും വളരെയധികം മോശമായിട്ടുള്ള പ്രൊജക്റ്റ് ഒക്കെ ആയിരുന്നു നൽകുന്നതെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ മാത്രമാണ് അയാൾ അത് തുറന്നു പോലും നോക്കുന്നില്ല എന്ന സത്യമൊക്കെ അവൾ മനസ്സിലാക്കിയതും. അവർ രണ്ടുപേരല്ല, അവരുടെ കൂടെ ഹിയൂൺ കൂടിയുണ്ട്. എന്തായാലും ഈ ഒരു പ്ലാൻ ഒക്കെ സക്സസ് ആയതിൽ അവർക്ക് ഒരുപാട് സന്തോഷവും ഉണ്ടായിരുന്നു. സോമിനും ആ ഒരു പ്രപ്പോസലൊക്കെ തുറന്നു നോക്കുന്നു. അതിനുശേഷം മാനേജറുമായിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അവരങ്ങനെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും സോമനും ജീവനെ കുറിച്ചൊക്കെ ആയിരുന്നു പറയുന്നത്. അവളും വലിയൊരു യൂണിവേഴ്സിറ്റിയിലൊക്കെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നതും. അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും മാനേജറും അതിനെല്ലാം തന്നെ തരം താഴ്ത്തിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അവളുടെ റിജക്ട് ചെയ്യപ്പെട്ട ആ ഒരു പ്രൊജക്റ്റ് ഒക്കെ അത്യാവശ്യം നല്ലതാണ്. നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നിട്ട് ആ ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്താലോ എന്ന് സുമിൻ ചോദിക്കുന്നു. ആ ഒരു പ്രൊജക്റ്റ് ഒക്കെ സക്സസ് ആക്കുകയാണെങ്കിൽ ഞാനും ഒരു ഫുൾ ടൈം എംപ്ലോയി ആയി മാറുന്നതായിരിക്കും. നമുക്കും കോവർക്കേഴ്സ് എന്നുള്ളതിനേക്കാളും ഒരുപാട് മുന്നിലേക്കൊക്കെ പോകാമെന്ന് സുമൻ പറയുമ്പോഴത്തേക്കും അയാളും വിവാഹമൊക്കെ കഴിച്ചൊരു കുഞ്ഞാകുന്നോടം വരെയൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോമൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അയാളും ആ ഒരു പ്രപ്പോസലൊക്കെ സോമിനോട് ഏറ്റെടുത്ത് നടത്തിക്കൊള്ളുവാനും ആവശ്യപ്പെടുന്നു. മിൻഹ്വാനും ഒരു ഭൂലോക കോഴിയാണ്. അവനും ഏതെങ്കിലും ഗേൾസിനെയൊക്കെ കിട്ടുമോ എന്ന് അവന്റെ ഫ്രണ്ടിനോട് ചോദിക്കുന്നു. ജീവൻ വളരെയധികം കഷ്ടപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്ന കൂട്ടത്തിലാണ്. മാത്രമല്ല അവൾക്ക് കിട്ടുന്ന പണം ഒന്നും തന്നെ അവൾ അനാവശ്യമായിട്ട് ചിലവഴിക്കാറില്ല. അവന്റെ പേരൻസിനെയും അവൾ നന്നായി തന്നെ നോക്കും. അതുകൊണ്ടൊക്കെ ആയിരുന്നു അവനും ജീവനെ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അവൻ അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അടിച്ചു പൊളിക്കുവാനായിട്ട് വന്നതാണെങ്കിൽ പോലും അവളും ഇപ്പോഴും കമ്പനിയിലെ ഓരോരോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുകയായിരിക്കുമെന്നൊക്കെ അവനും പറയുന്നു. ഇപ്പോൾ എനിക്ക് ഒരു ചാൻസും കൂടി കിട്ടിയിരിക്കുകയാണ്. അതിനർത്ഥം എനിക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യുവാൻ സാധിക്കുമെന്നാണ്. ഇപ്പോൾ എന്റെ ഒപ്പം ജൂറാനും ഹിയൂണും ഉണ്ട്. സോമിൻ എന്തൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ഞാൻ നടപ്പിലാക്കുന്നതായിരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ജുവോണും ഇരിക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.